നെല്ലൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുക, അതൊക്കെ ഭയങ്കര അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കര ഒരു രസമാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷം. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതേ സ്വന്തങ്ങൾ ഞാൻ പറഞ്ഞു 12 മക്കളുണ്ട്. ഇതിൽ 13ാമത്തെ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ അടുത്ത് നിൽക്കുന്ന പോലെ. മികച്ച കോളേജ് അധ്യാപികയ്ക്കുള്ള പുരസ്കാരം നേടിയ സിസ്റ്റർ റോസ് ആൻഡോ 2019 വിരമിച്ച ശേഷം മുഴുസമയവും കൃഷിയിലാണ്. മഠത്തിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ നേരെ പാടത്തേക്കാണ് എന്നും സിസ്റ്ററിന്റെ യാത്ര. ഇരിങ്ങാലക്കുട കോമ്പാറ പെരുവല്ലിപ്പാടത്താണ് 12.5 ഏക്കറിലാണ് നെൽകൃഷി. അധ്വാനം കാണുമ്പോൾ നാട്ടുകാരിൽ പലരും ഉപദേശിക്കും, സൂക്ഷിക്കണം, ഒരു വൃക്കയില്ലാത്ത ശരീരമാണ്. 2018 വ്രതസ്വീകരണത്തിന്റെ 1/4 നൂറ്റാണ്ട് തികയുന്ന സമയത്ത് ഇരിങ്ങാലക്കുട ആസാദ് റോഡിലെ സൈക്കിൾ കടക്കാരന് വൃക്ക ദാനം ചെയ്തത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ ഈ സ്നേഹോപദേശം. കാണാം പാഠപുസ്തകത്തിൽ നിന്നും കൃഷിപാടത്തിലേക്കുള്ള സിസ്റ്ററിന്റെ യാത്രകൾ. എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ 3 തട്ടകമാണുള്ളത്. ഒന്ന് എൻ്റെ നാട്. 22 വർഷം വരെ ഞാൻ ജീവിച്ചത് എൻ്റെ ആലപ്പുഴയിലാണ്. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ PG ഒക്കെ പൂർത്തിയാക്കി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു. പിന്നീട് ഞാൻ MPhil PhD കൊച്ചിൻ യൂണിവേഴ്സിറ്റി, MA MPhil PhD കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കോളേജിലോട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ തട്ടകം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. അവിടെ നിന്നാണ് എനിക്കെല്ലാം കിട്ടിയത്. പ്രത്യേകിച്ച് ഞങ്ങൾ 12 മക്കളാണ്. അതിൽ 9ാമത്തവളാണ് ഞാൻ. അമ്മ, അപ്പൻ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 14 പേര്. ഒത്തിരി അനുഭവങ്ങൾ പഠിച്ച ഒരു വലിയൊരു പാഠശാലയായിരുന്നത്. 2ാമത്തെ തട്ടകം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അധ്യാപന കാലഘട്ടം. ഇപ്പോഴത്തെ തട്ടകമാണ് ഈ കാണുന്നത്. എന്ത് രസമല്ലേ, വിശാലമായ ഭൂപ്രകൃതി, ശരിക്കും പറഞ്ഞാൽ നല്ല പാടശേഖരം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ തട്ടകം മെയിനായിട്ട്. 6 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ പാടത്ത് വർക്ക് ചെയ്യുക, പാടത്ത് പണി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ രസമാണ്. നെല്ലൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുക, അതൊക്കെ ഭയങ്കര അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കര ഒരു രസമാണ്. എൻ്റെ ലക്ഷ്യം കൃഷി ചെയ്ത് ഞാൻ തന്നെത്താനെ അങ്ങനെ കൃഷി അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ ലക്ഷ്യം കുറേ യുവാക്കളെ ഇതിൽ കൃഷിയിലേക്ക് ഇറക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പം നടക്കാൻ പോകുന്നത് മുണ്ടകനാണ്. വിരിപ്പുണ്ട്, മുണ്ടകനുണ്ട്, ഞങ്ങൾ അതുപോലെ തന്നെ പുഞ്ച കഴിഞ്ഞു. അതിൻ്റെ മില്ലിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഞങ്ങളത് അവലാക്കി അരിപ്പൊടിയാക്കി നെല്ലാക്കി അരിയാക്കിയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ആലപ്പുഴ കൈതവനയിലെ ദേവസ്യ ത്രേസ്യാമ്മ ദമ്പതിമാരുടെ 12 മക്കളിൽ 9ാമത്തെയാളാണ് സിസ്റ്റർ റോസ്. പാടത്ത് നിന്ന് വിളവെടുക്കുന്നതും പെൻഷൻ കിട്ടുന്നതുമെല്ലാം പാവങ്ങൾക്ക് വേണ്ടിയാണ് സിസ്റ്റർ മാറ്റിവെക്കുന്നത്. പെട്ടിമുടിയിലെ ഉരുൾപൊട്ടൽ ബാധിതർക്ക് 1 ലോറി സാധനങ്ങളാണ് സിസ്റ്റർ എത്തിച്ചത്. രക്തദാനം, വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കൽ തുടങ്ങി സാമൂഹ്യ സേവനങ്ങളുമുണ്ട്. നെല്ലും വളവും കൊണ്ടുവരാൻ കാർ വാങ്ങി ഡ്രൈവിംഗ് പഠിച്ചു. ജീവാമൃതം തയ്യാറാക്കാൻ കാസർഗോഡ് കുള്ളൻ പശുവിനെയും വാങ്ങി. 125 ഏക്കറിലെ കാർഷിക കർമ്മസേനയുടെ നെൽകൃഷിക്ക് പ്രചോദനവും മാർഗദർശിയും സിസ്റ്ററാണ്. കൃഷിയിടത്തിന് സമീപത്തെ വീട്ടിലാണ് താമസം. 31 വർഷത്തെ സേവനശേഷം വകുപ്പ് മേധാവിയായി വിരമിക്കുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല മികച്ച കോളേജ് അധ്യാപകർക്ക് നൽകുന്ന പ്രൊഫസർ MM ഗനി പുരസ്കാരം സ്വന്തമാക്കി. 2006 ഹോളി ഫാമിലിയിൽ നിന്ന് ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ് 2009 മുതൽ നെൽവയലുകളിലേക്ക് കൃഷി ഇടങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ നെല്ല് ഞങ്ങൾ സപ്ലൈക്ക് വയ്ക്കൊന്നും ഞാൻ കൊടുക്കാറില്ല. മറിച്ച് ഇത് തവിട് കളയാതെ അരിയാക്കി കുത്തിയെടുത്ത് ഒത്തിരിയേറെ പാവങ്ങളിലേക്ക് കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ കുറേ പേരൊക്കെ വന്ന് വാങ്ങിക്കും. അത് കിട്ടുന്ന പൈസ 100% ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 10-25 ഏക്കറോളം പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ശരിക്കും ഈ 2008 മുതൽ 10 വർഷത്തേക്ക് കുറേയേറെ സ്ഥലത്ത് പാട്ടത്തിനടുത്തൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ല, പക്ഷേ എന്നാലും ആൾക്കാർ വെറുതെ തരിശായിട്ട് കിടക്കുന്ന സ്ഥലം അങ്ങനെ കിടക്കരുത്, അവർക്ക് അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കൊടുത്തിട്ട് അവരെ വാങ്ങി അത് കൃഷി ചെയ്ത് ആ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കാനായിട്ട് ദൈവാനുഗ്രഹത്താൽ ഇത്രയേറെ സാധിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ 2500 കാറ്റാടി തൈകൾ വച്ചുപിടിപ്പിച്ചത് ഇന്ന് വൻമരമായി ആ നാടിനെ സുനാമിയിൽ നിന്ന് രക്ഷിക്കാൻ കാരണമായി മാറിയത് നാട്ടുകാരിന്നും നന്ദിയോടെ ഓർക്കുന്നു. ഞാനിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ അടുത്താണ്. അപ്പോൾ ഇവിടെ ഒരു 400 മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ഇത് നീർമരുതാണ്, നെല്ലിയാണ്, അപ്പുറത്ത് ഉങ്ങ്, അങ്ങനെ കുറേയേറെ ആര്യവെപ്പുകളോട് കുറേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സന്തോഷം. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതേ സ്വന്തങ്ങൾ ഞാൻ പറഞ്ഞു 12 മക്കളുണ്ട്. ഇതിൽ 13ാമത്തെ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ അടുത്ത് നിൽക്കുന്ന പോലെ അത്രയും വലിയ സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ ഓർക്കണം 6ാം ക്ലാസ്സിലുള്ള പഠിക്കുമ്പം അമ്മ ഞങ്ങൾക്കുള്ള 1.25 ഏക്കർ സ്ഥലം
ആലപ്പുഴയുള്ള സ്ഥലം ഞങ്ങൾ 12 മക്കൾക്കും കുറേശ്ശെ തന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള കൃഷി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന ആദായം നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. ഞാനൊക്കെ ചീര, വഴുതന, വെണ്ട, ഇപ്പോൾ ഓർക്കണം ചൊട്ടയിൽ ശീലം ചുടല വരെ ഇന്നും അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു.